സദൃശവാക്യം 26:12. തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ഇത് ആരോട് പറയുന്നത്? ചില ആളുകളുണ്ടല്ലോ, ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈവസഭയിലെ ദൈവമക്കളുള്ളത് അങ്ങനെയുള്ളവരല്ല. അതിലേക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആളുകളുള്ളത് എനിക്കറിയാം, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഞാൻ കുറെ പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്, നമ്മളിത് എന്തോരം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുണ്ട്. എന്നിട്ട് അത് ന്യായിയായിട്ടിരിക്കുക. വചനം എന്താ പറയുന്നേ? തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? ആരെയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന, ഞാൻ കുറെ കണ്ടിട്ട് എനിക്ക് അറിയാതൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒരു തരത്തിലും വിട്ടുവീഴ്ച, ഒരു മനസ്സരി പോലും കാണിക്കാത്ത ചില ആളുകളെ കണ്ടിട്ടുണ്ടോ? വചനം പറയുന്നത് എന്താണെന്നറിയോ? അവരെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് എനിക്ക് അധികം പ്രത്യാശയുണ്ട്. മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ഞാനീ കുറിച്ച് ഈ പറഞ്ഞ ആളെ പോലെയല്ല, എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ ആളുകളെ പോലെ ചില കാര്യത്തോടെ ബന്ധത്തിൽ ഹാലിയ നമുക്ക് ആകെ ഇറിറ്റേഷൻ വരും, വേദന ഉണ്ടാകുന്ന ചില സംഭവങ്ങളെല്ലാം കടന്നു വരും. എത്ര പറഞ്ഞാലും സമ്മതിക്കില്ല. ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്ന് എവിടെ ചെന്ന് തീരുന്ന ഒരു പിടുത്തമില്ല. എന്നിലെ വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിന് ഭേദം മൂടനാ നല്ലത്. മൂടനെ കുറിച്ച് പ്രത്യാശയുണ്ട്. കാരണം എപ്പോഴെങ്കിലും മൂടന ബോധം വീഴും, വിഷം വീഴും, അപ്പൊ അവനെ സമ്മതിക്കും. മൂടാണ്. നമ്മൾ നോക്കിയേ, ലോകത്തിലേക്ക് നോക്കിയേ, ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എത്ര കഴിവുള്ളവരാ കയറി വന്നെ നോക്കിയേ. ശരിക്കും വിദ്യാഭ്യാസം കാര്യങ്ങളുള്ള ആൾ എന്തുമാത്രം ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്ത് ഇതൊക്കെ മനസ്സിലായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ ചെയ്ത നമ്മളൊക്കെ എത്ര പ്രത്യാശയുള്ളവരാ അല്ലെ? എത്ര പ്രത്യാശയുള്ള ദൈവമക്കളാണ് നമ്മളൊക്കെ. നമുക്ക് എന്ത് ശ്രേഷ്ഠത പറയാനുള്ളത്, നമ്മേക്കാൾ ശ്രേഷ്ഠത പറയാനുള്ള ആൾക്കാർ ഇന്നും പാർക്കും പോറും ജോലിയും നടക്കാൻ എങ്ങനെ? അതിനൊക്കെ എത്ര മാറ്റം വന്നു നമുക്ക്. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ എത്രമാത്രം പണമാണ് അവര് ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്നത്. നമുക്കൊക്കെ അത് പോലും ഇല്ല. പക്ഷെ നമ്മളിലൊരു പ്രത്യാശയുണ്ട്. ഒന്നും നമ്മൾ മുന്നിൽ കണ്ടിട്ടല്ല. ഈ വചനം വായിച്ചപ്പോൾ വചനത്തിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ നമ്മൾ അതിന് സമർപ്പിച്ചു, നമ്മൾ കീഴടങ്ങി. ഈ പാരമ്പര്യം വേണ്ട, അപ്പൻ കിടന്നോർത്ത് തന്നെ പോയി കിടക്കണമെന്ന് വാശിയില്ല. അപ്പന്റെ കുഴി തന്നെ പോയി കിടക്കണം. ഞങ്ങളുടെ കല്ലറന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾ കല്ലറന്നൊക്കെ പറഞ്ഞ് പോണ ആൾക്കാർ ഇത് എങ്ങനെയാ പോണത്? അതിന് ഭേദം അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. നമുക്ക് സ്വസ്ഥാനത്ത് എഴുതി നിൽക്കാം. അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് നമ്മോട് തന്നെ ചോദിച്ചു